എൻ്റെ ജീവിതത്തിൽ ഇന്നും ഈ ഒരു ഭക്തിയിൽ ഞാൻ പിടിച്ചു നിൽക്കുന്നത് അങ്ങനെയുള്ള ഒരുപാട് ഉയർന്ന ഭക്തരെ ഞാൻ എൻ്റെ കൺമുന്നിൽ കണ്ടിട്ടുണ്ട്. എത്ര വർഷങ്ങൾ കഴിഞ്ഞിട്ടും അവർക്ക് ഒരു മാറ്റവും ഇല്ലെന്നുള്ളതാണ്. അവരുടെ ആ ഉറച്ച വിശ്വാസത്തിൽ ആ ഗുരു പരമ്പരയ്ക്ക് വേണ്ടി അവരുടെ ജീവിതം സമർപ്പിക്കുന്നത്. പ്രഭുപാജിയെ നമ്മൾ കണ്ടിട്ടില്ല, ശ്രീല ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂറിനെയും കണ്ടിട്ടില്ല, കുന്തി ദേവിയെ കണ്ടിട്ടില്ല, ഭീഷ്മരെ കണ്ടിട്ടില്ല. പക്ഷേ ഇന്നും എൻ്റെ ഗുരു മഹാരാജ്, പ്രഭുപാജിയുടെ ഒരുപാട് ശിഷ്യർ, പരം പൂജ്യ രാധാനാഥ് സ്വാമി മഹാരാജ്, അദ്ദേഹത്തിൻ്റെ കുറേ ശിഷ്യർ, ഇവരെല്ലാം ഞാൻ ഒരുപാട് സമയം അവരുടെ കൂട്ടത്തിൽ ചെലവഴിച്ചില്ലെങ്കിലും അവരെ ഞാൻ കൺമുന്നിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവർ എത്രയോ വർഷം മുമ്പേ പ്രഭുപാജി കണ്ട വ്യക്തികളാണ്. അന്നും ഇന്നും അവരുടെ ആ ഡെഡിക്കേഷൻ, ഡിറ്റർമിനേഷൻ, ഇതിലൊരു വ്യത്യാസമില്ല. ഭാഗവത ശ്ലോകങ്ങളെ ഞാൻ കാണുന്നത് അവരുടെ ജീവിതത്തിലൂടെയാണ്. പറയാൻ ആർക്കും പറ്റും, പ്രഭാഷണം എടുക്കാൻ ആർക്കും പറ്റും, നന്നായി സരസ്വതി ദേവിയുടെ കടാക്ഷമുള്ള ഏതൊരു വ്യക്തിക്കും സംസാരിക്കാൻ കഴിയും. പക്ഷേ ആ പറയുന്ന വചനങ്ങളെ ജീവിതത്തിൽ ആചരിക്കുക, അതിന് തുല്യ ഈ പ്രപഞ്ചത്തിൽ ഒന്നുമില്ല. അങ്ങനെയുള്ള ഭക്തരാണ് യഥാർത്ഥ ഭക്തർ, അവരാണ് യഥാർത്ഥ വൈഷ്ണവർ. അവരെ ഈ ലോകം ഇന്നും അറിയുന്നില്ല, അവരുടെ മഹത്വം ഇന്നും ആരും അറിയുന്നില്ല. അവരെ കാണുമ്പോൾ ഒരു സിനിമാ നടനെ പോലുള്ള സൗന്ദര്യമൊന്നും അവർക്ക് കാണത്തില്ല. ഒരു പക്ഷേ അവർക്ക് സംസാരിക്കാനും നല്ല കഴിവ് കാണത്തില്ല. പക്ഷെ ഇതിനൊക്കെ അപ്പുറത്തായിട്ട് അവരുടെ ഭക്തി നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. അവരുടെ ഭക്തി എന്ന് പറഞ്ഞാൽ അമൂല്യമായിട്ടുള്ള ഒരു രത്നമാണ്. ഇന്നും എനിക്ക് ഇൻസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള ഭക്തരാണ്. ഞാൻ അവരുടെ ഓരോരോ ജീവിതത്തിൽ അവർ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഞാൻ എപ്പോഴും നോക്കാറുണ്ട്. അവരുടെ ഓരോ ടോക്സ് കേൾക്കാറുണ്ട്. പല പല ഒറ്റപ്പെടലുകൾ, നമ്മൾ ആർക്ക് വേണ്ടി ഇതൊക്കെ ചെയ്യുന്നോ അവരെന്നെ തിരിച്ചറിയാതെ വരുമ്പോഴും ഞാൻ കാണുന്നത് ഇവരെയാണ്. ഇവരെങ്ങനെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതേപോലെ ഞാനും മുന്നോട്ട് പോകുക. ഇതാണ് നമ്മളും പഠിക്കേണ്ടത്.